തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ അടുത്ത മാസം 5-ന് കേരളത്തിലെത്തും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്താനാണ് ഗ്യാനേഷ് കുമാർ എത്തുക. സന്ദർശനം പൂർത്തിയായ ശേഷം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമുണ്ടാകും. വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകും. വിജിൻ, അങ്ങനെയാണെങ്കിൽ ആദ്യവാരമോ രണ്ടാം വാരമോ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുമോ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് ദിവ്യ പ്രതീക്ഷിക്കുന്നത്. അതായത് 5-ാം തീയതിയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കേരളത്തിലേക്ക് എത്താൻ പോകുന്നത്. നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സംഘം കേരളത്തിലെത്തുകയും DGP ഉൾപ്പെടെയുള്ളവരുമായി കൂടിയാലോചന നടത്തുകയും തെരഞ്ഞെടുപ്പ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആലോചന നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷം തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള അവസാന സന്ദർശനമായ നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ കേരളത്തിലേക്ക് എത്താൻ പോകുന്നത്. 5-ാം തീയതി എത്തുന്ന ഗ്യാനേഷ് കുമാർ 6-7 തീയതികളിൽ ഇവിടുത്തെ ഉന്നതതല യോഗങ്ങളിൽ പങ്കെടുക്കും. ഒപ്പം തന്നെ DGP ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച നടത്തും. അതിനുശേഷം അദ്ദേഹം തിരിച്ച് ദില്ലിയിലെത്തിയതിനു ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് ഏത് ദിവസം നടത്തണം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുക. പ്രഖ്യാപനം അധികം വൈകാതെ ഉണ്ടാകും എന്നുള്ളതാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ 6-ന് പ്രധാനമന്ത്രി കേരളത്തിൽ എത്തുമെന്നായിരുന്നു നേരത്തെ വിവരം. അത് 12-ലേക്ക് മാറുമെന്നുള്ള ആലോചനയും വിവരങ്ങളും ഒക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പ്രധാനമന്ത്രി എത്തിയതിന് തൊട്ട് പിന്നാലെയായിരിക്കും എന്തായാലും സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വാർത്താ സമ്മേളനം അത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുക. ശരി, അടുത്ത മാസം എന്ന് പറയുമ്പോൾ മാർച്ച് 5-നാണ് ഗ്യാനേഷ് കുമാർ കേരളത്തിൽ എത്തുന്നത്. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തും. അതിനുശേഷം മടങ്ങിയതിനു ശേഷമായിരിക്കും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാവുക. വിജിൻ വായന്തോടാണ് വിവരങ്ങൾ നൽകിയത്.